പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ വീണ്ടും നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നല്ലൊരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി. ഇന്നത്തെ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം ദൈവവചനത്തിൽ നിന്ന് ഞാനൊരു വാക്യം ഓർപ്പിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസിൻ്റെ ഏകാന്തയിൽ കിടക്കുമ്പോൾ ദൈവം ഒരു ദർശനം കാണിച്ചു കൊടുത്ത് ആസിയയിലുള്ള 7 സഭകളെയും ആ സഭകളെക്കുറിച്ചുള്ള ദൈവിക പ്രവൃത്തികളെക്കുറിച്ചും വ്യക്തമായ നിലയിൽ അതേ യോഹന്നാനെ ദൈവം ദർശനം കാണിച്ചു കൊടുത്തു. അതിലെ 6-ാമത്തെ സഭയായ ഫിലദൽഫിയ സഭയോട് അരുളി ചെയ്ത ഒരു ദൂതാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. വാതിൽ തുറക്കുന്ന ദൈവം, സ്തോത്രം. ആ ദൈവത്താൽ തുറക്കപ്പെടുന്ന വാതിലുകൾ അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഫിലദൽഫിയ സഭയോട് ഈ ദൂത് യോഹന്നാൻ അപ്പോസ്തലൻ ദർശനത്തിൽ കൂടെ കണ്ടു പറയുമ്പോൾ ഇന്ന് പകൽക്കാലം ആ ദൂത് നമുക്കുമുള്ള ദൂതാണ്. നമ്മുടെ മുൻപിൽ അടയപ്പെട്ട വാതിലുകളെ തുറന്ന് നമുക്ക് വേണ്ട സ്വർഗീയ നന്മയും സ്വർഗത്തിലെ സകലവിധ ആത്മീക അനുഗ്രഹങ്ങളും ഭൗമിക നന്മകളും തന്ന് നമ്മെ പരിപോഷിപ്പിക്കുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. സ്തോത്രം. ദൈവത്താൽ തുറക്കപ്പെടുന്ന വാതിലുകൾ ഒരു പിശാചിനും അടയ്ക്കുവാൻ കഴിയത്തില്ല, ഒരു മനുഷ്യനും അടയ്ക്കുവാൻ കഴിയത്തില്ല. മനുഷ്യരാൽ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട വാതിലുകളാണ് മനുഷ്യൻ തന്നെ കൊട്ടിയടയ്ക്കുന്നത്. എന്നാൽ ദൈവത്താൽ തുറക്കപ്പെട്ട വാതിലുകൾ അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. അതാ ഇവിടെ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്കായി ഒരു വാതിൽ തുറന്നിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, ദൈവം ചില വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുക. അനേക നാളുകളായി നിങ്ങൾ മുട്ടിയിട്ട് തുറക്കാത്ത ചില വാതിലുകൾ, നിങ്ങൾ അനേക നാളുകളായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടും അതേ നിങ്ങൾ മുട്ടിക്കൊണ്ടിരുന്നിട്ടും ഇന്ന് വരെയും തുറക്കാത്ത ചില നിങ്ങളുടെ ആവശ്യങ്ങളുടെ ചില വാതിലുകൾ ദൈവം തുറക്കുകയാണ്. സ്തോത്രം. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നതായ സാഹചര്യങ്ങളിൽ മുൻപിലുള്ള തടസ്സങ്ങളാൽ നിങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടാതെ വണ്ണം അടയപ്പെട്ട സാഹചര്യത്തിലാണോ ഇന്ന് നിങ്ങളായിരിക്കുന്നത്? എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. കർത്താവ് നിങ്ങളുടെ വാതിലുകളെ തുറന്നു തരും. അടയപ്പെട്ട വാതിലുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടുകയാണ്. ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ ഒരു കല്ല് വെച്ച് അത് എന്നേക്കുമായി ലാസറിനെ ഒതുക്കിക്കളയുവാൻ തക്കണം അതേ ആളുകൾ ശ്രമിച്ചുവെങ്കിലും ലാസറിന്റെ അതേ കല്ലറകളെ തുറന്ന് ലാസറിനെ പുറത്തു കൊണ്ടുവന്നവനായ ദൈവം യേശു കർത്താവിനെ അടക്കം ചെയ്തതിന് ശേഷം യേശുവിൻ്റെ കല്ലറയുടെ മുൻപിൽ വെച്ചിരുന്ന വലിയൊരു കല്ല് സ്ത്രീകൾ രാവിലെ എഴുന്നേറ്റ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതേ, നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടി നീക്കും? അവർ ചോദിച്ച ചോദ്യത്തിന് മറുപടി കിട്ടുമെന്ന് അവർ കരുതിയല്ല പോയത്. എങ്കിലും അവർ ചെന്നപ്പോൾ കണ്ടത് അവരുടെ ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടിയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഓർപ്പിക്കാൻ പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം ചില വാതിലുകൾ നിങ്ങൾക്കായി തുറക്കാൻ പോകുക. നിങ്ങളുടെ ഭവനത്തിന് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിന് വേണ്ടി, നിങ്ങളുടെ പ്രാർത്ഥനാവശ്യങ്ങളിന്മേൽ, നിങ്ങളുടെ ആരാധനാവശ്യങ്ങളിന്മേൽ, നിങ്ങളുടെ ഉപവാസാവശ്യങ്ങളിന്മേൽ ദൈവം പ്രവർത്തിക്കാൻ പോകുകയാണ്. അടുത്ത പറയുന്നു, ദൈവത്താൽ തുറക്കപ്പെടുന്ന വാതിലുകൾ അടയ്ക്കുവാൻ ഒരു പിശാചിനും സാധിക്കത്തില്ല, ഒരു വ്യക്തിക്കും സാധിക്കത്തില്ല. കാരണം ദൈവം തുറന്ന വാതിലിന് കാവല് ദൈവം തന്നെയാണ്. സ്തോത്രം. ആകയാൽ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുക. നിങ്ങൾ വിശ്വാസത്തോടെ കർത്താവ് തുറക്കാൻ പോകുന്ന വാതിലുകളെ കണ്ടുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയോടെ നിങ്ങളുടെ ജീവിതകാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുക. ഈ വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ. ദൈവത്താൽ തുറക്കപ്പെടുന്ന വാതിലുകൾ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുമോ? ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില നന്മയുടെ വാതിലുകൾ, ചില ജോലിയുടെ വാതിലുകൾ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ അനേക നാളുകളായി കെട്ടപ്പെട്ട് കിടക്കുന്ന ചില സാഹചര്യത്തിലും ദൈവം നിങ്ങളെ അഴിച്ചു പുറത്തു കൊണ്ടുവരാൻ പോകുക. നിങ്ങളെ ഒരു മുറിക്കകത്തിട്ട് പൂട്ടിയിരിക്കുന്നത് പോലെ പിശാച് പല പ്രലോഭനങ്ങൾ കൊണ്ടുവന്ന, പല മാനസിക വിഷമങ്ങൾ കൊണ്ടുവന്ന നിങ്ങളുടെ തലയെ മന്ദിച്ച് നിങ്ങളെ കെട്ടിവെച്ചിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളെ അതിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. കാരാഗൃഹത്തിന്റെ വാതിലുകളെ അതേ തുറന്ന് ദൈവത്തിന്റെ ദാസനായ പത്രോസിനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ, പൗലോസിനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ നിങ്ങളെയും പുറത്തു കൊണ്ടുവരുവാൻ, നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ആ ദൈവകരങ്ങളിൽ നിങ്ങളെ സമർപ്പിക്കുക. ഈ വചനം നിങ്ങളെല്ലാവർക്കും ഇന്ന് പകൽക്കാലം ഒരു അനുഗ്രഹമാകട്ടെ എന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.